ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നഗരപ്രദേശങ്ങളിലെ സ്വയം തൊഴിൽ പദ്ധതികളിലേക്ക് സംരംഭകരെ കണ്ടെത്തുന്നതിനും പ്രോത്സാഹനവും പരിശീലനം നൽകുന്നതിനും പിന്തുണ നൽകി സംരംഭങ്ങൾ ആരംഭിച്ച് സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനായി കുടുംബശ്രീ സംരംഭകമേള കോഴിക്കോട്ട് ആരംഭിച്ചു. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. ഇടതുമുന്നണി പ്രവേശനം സാധ്യമായില്ല. INL 5 മണ്ഡലങ്ങളിൽ മത്സരിക്കും. അന്തിമ തീരുമാനം 2 ദിവസത്തിനകം. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടിക. മലപ്പുറത്ത് ഇ അഹമ്മദും പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറും മത്സരിക്കും. കള്ളിച്ചത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കോഴിക്കോട്ടും ആസ്ഥാനം. ഗുണഫലം വയനാട്ടുകാർക്കും. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൽ നിന്ന് നിലവിലെ പാർലമെന്റ് അംഗങ്ങൾ തന്നെ മത്സരിക്കുമെന്ന് പ്രഖ്യാപനം വന്നതോടെ മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറും മലപ്പുറത്ത് ഇ അഹമ്മദുമാണ് ജനവിധി തേടുക. LDFിൽ നിന്ന് പൊന്നാനിയിൽ നിന്ന് കോൺഗ്രസ് നേതാവ് VA അബ്ദുറഹിമാനും മലപ്പുറത്ത് PK സൈനബയും അംഗത്തിനിറങ്ങും. പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറിന്റെ സ്ഥാനാർത്ഥിത്വം നേരത്തെ തന്നെ ഏറെക്കുറെ ഉറപ്പായിരുന്നെങ്കിലും മലപ്പുറം സീറ്റിനെ ചൊല്ലിയായിരുന്നു ആശയക്കുഴപ്പം. മലപ്പുറത്ത് സിറ്റിംഗ് MPയും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുമായ ഇ അഹമ്മദിനെതിരെ ശക്തമായ വികാരമാണ് നിലനിന്നിരുന്നത്. മണ്ഡലത്തിൽ സജീവമല്ല, 2 ദശാബ്ദത്തിലേറെയായി MP ആയി തുടരുന്നു തുടങ്ങിയവയാണ് പ്രധാന വിമർശനങ്ങൾ. ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റുമാർ വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടെ അഹമ്മദ് ഇത്തവണ തെരഞ്ഞെടുപ്പ് ബഹളങ്ങളിൽ നിന്ന് മാറി നിൽക്കുമെന്നായിരുന്നു കരുതിയത്. എന്നാൽ ഏവരെയും അമ്പരപ്പിച്ച് അഹമ്മദിനെ തന്നെ മലപ്പുറം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി തിങ്കളാഴ്ച മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതോടെ മലപ്പുറം മണ്ഡലത്തിലേക്ക് പരിഗണിക്കപ്പെടുമെന്ന് കരുതിയ അബ്ദുസമദ് സമദാനി, PV അബ്ദുൽ വഹാബ് തുടങ്ങിയ പേരുകൾ അസ്ഥാനത്തായി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബയാണ് ലീഗ് കോട്ടയിൽ അഹമ്മദിന്റെ എതിരാളി. അഹമ്മദിനു വേണ്ടി പൊതുവികാരം അവഗണിച്ച പാർട്ടി നേതൃത്വം മലപ്പുറം സീറ്റിന്റെ കാര്യത്തിൽ ആത്മഹത്യാപരമായ തീരുമാനമാണ് കൈക്കൊണ്ടതെന്ന് ആക്ഷേപമുണ്ട്. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ മലപ്പുറത്തെ മഞ്ചേരി മണ്ഡലത്തിൽ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KPA മജീദിന് TK ഹംസയോട് അടിയറവ് പറയേണ്ടി വന്നിരുന്നു. സമാനമായ സാഹചര്യമാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ലെന്നും വിമർശനമുണ്ട്. സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ പാർട്ടി അണികളിൽ നിന്നും അനുഭാവികളിൽ നിന്നും ഇ അഹമ്മദിനെതിരെ പോസ്റ്റുകൾ പ്രവഹിക്കുന്നതും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ചെറുതല്ലാത്ത അപായ സൂചന മുഴക്കുന്നു. പൊന്നാനി മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറിന്റെ കാര്യത്തിൽ അണികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമില്ല. കോൺഗ്രസ് നേതാവും KPCC മെമ്പറുമായിരുന്ന V അബ്ദുറഹ്മാനാണ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി. ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെ മലപ്പുറം പതുക്കെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഇലക്ഷൻ ഡെസ്ക്, ജില്ലാ വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ INL 5 സീറ്റിൽ മത്സരിക്കണമെന്ന് INL സംസ്ഥാന കൗൺസിൽ യോഗം തീരുമാനമെടുത്തു. കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട്, പൊന്നാനി എന്നീ മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്നതാണ് ആവശ്യം. അന്തിമ തീരുമാനം 2 ദിവസത്തിനകം പ്രഖ്യാപിക്കും. ഇടതുമുന്നണി പ്രവേശനം നടക്കാത്ത സാഹചര്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൈക്കൊള്ളേണ്ട നിലപാടുകൾക്ക് അന്തിമ രൂപം നൽകാനാണ് INL നിർണായക കൗൺസിൽ യോഗം കാലിക്കറ്റ് ടവറിൽ ചേർന്നത്. യോഗത്തിൽ 5 സീറ്റിൽ മത്സരിക്കണമെന്ന് INL സംസ്ഥാന കൗൺസിൽ ആവശ്യപ്പെട്ടു. കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട്, പൊന്നാനി എന്നീ മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്നതാണ് ആവശ്യം. അന്തിമ തീരുമാനം 2 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്നാണ് INL നേതാക്കൾ പറഞ്ഞത്. പക്ഷെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഇടതുപക്ഷ നേതാക്കളുടെ നിലപാടുകൾക്കനുസരിച്ച് INL തീരുമാനമെടുക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ഇടതുപക്ഷ മുന്നണി അതിന്റെ തീരുമാനം ഏറെക്കുറെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇന്ന് 11 മണിക്ക് ഇപ്പോൾ ചേരുന്ന സംസ്ഥാന കൗൺസിൽ തീരുമാനിക്കും.
ഭാവി നടപടികൾ. ഇടതുമുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് LDF കൺവീനർ വൈക്കം വിശ്വൻ തിരുവനന്തപുരത്ത് INL നേതാക്കളായ MP അബ്ദുൽ വഹാബ്, P മാഹിൻ, B ഹംസഹാജി, NK ഹസീസ്, KP ഇസ്മായിൽ എന്നിവരുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ മുന്നണി പ്രവേശനത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രഖ്യാപനങ്ങളും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് INL കൌൺസിൽ യോഗം ചേർന്ന് മത്സരിക്കാൻ തീരുമാനമെടുത്തത്. ഇൻഷുറൻസ് മേഖലയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമാണ് ഇന്ത്യ ഭരിച്ചവർ സ്വീകരിച്ചിട്ടുള്ളതെന്ന് A പ്രദീപ് കുമാർ MLA. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CATU നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ ചെറുത്തുനിൽപ്പ് കാരണം പൂർണ്ണമായ സ്വകാര്യവൽക്കരണം സാധ്യമായിട്ടില്ലെന്നും MLA പറഞ്ഞു. പോളിസിയിൽ ചേരുവാനുള്ള പ്രായപരിധി പുനഃസ്ഥാപിക്കുക, പോളിസി പൂർത്തിയാക്കുവാൻ ഏർപ്പെടുത്തിയ അനാവശ്യ നിബന്ധനകൾ പിൻവലിക്കുക, സർവീസ് ടാക്സ് പിൻവലിക്കുക, ബോണസ് വർദ്ധിപ്പിക്കുക, മിനിമം പോളിസി തുക വർദ്ധിപ്പിച്ചത് പിൻവലിക്കുക, ലാപ്സായ പോളിസികൾ പുനഃസ്ഥാപിക്കാനുള്ള കാലാവധി പുനഃസ്ഥാപിക്കുക, ഏജന്റുമാരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CATU നേതൃത്വത്തിൽ LIC ഡിവിഷൻ ഓഫീസിന് മുൻപിൽ ഏജന്റുമാരുടെയും കുടുംബാംഗങ്ങളുടെയും കൂട്ട ധർണ സംഘടിപ്പിച്ചത്. A പ്രദീപ് കുമാർ MLA ധർണ ഉദ്ഘാടനം ചെയ്തു. ഇൻഷുറൻസ് മേഖലയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കങ്ങളുമായാണ് കേന്ദ്ര സർക്കാർ നീങ്ങുന്നത്. UPA ഗവൺമെന്റും NDA ഗവൺമെന്റും ഒരുപോലെ ഇതിന് ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ ചെറുത്തുനിൽപ്പ് കാരണം പൂർണ്ണമായും സ്വകാര്യവൽക്കരണം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് A പ്രദീപ് കുമാർ MLA പറഞ്ഞു. പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരിട്ടുള്ള വിദേശ നിക്ഷേപം ബാങ്കിംഗ് സെക്ടറിലും ഇൻഷുറൻസ് മേഖലയിലുമെല്ലാം കൊണ്ടുവരാൻ വളരെ സമർത്ഥമായിട്ടുള്ള കരുനീക്കങ്ങൾ മാറി മാറി വന്ന കേന്ദ്ര ഗവൺമെന്റുകൾ, വിശേഷിച്ചും UPA ഗവൺമെന്റും NDA ഗവൺമെന്റും ആകാവുന്ന നിലയിലെല്ലാം അവർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CATU ജില്ലാ പ്രസിഡന്റ് PN സുധാകരൻ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് E ബാലകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി TK വിശ്വൻ, MK മോഹൻ എന്നിവർ നേതൃത്വം നൽകി. കുടിവെള്ള സ്രോതസ്സുകളുടെ നവീകരണ പ്രവൃത്തികളിൽ കോഴിക്കോട് കോർപ്പറേഷൻ ജാഗ്രത പുലർത്തി തുടങ്ങി. ഇതിന്റെ ഭാഗമായി ബേപ്പൂർ പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സായ പശുക്കുളത്തിന് നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. ചളി നീക്കി പാർശ്വഭിത്തി കെട്ടുന്നതടക്കമുള്ള 24 ലക്ഷം രൂപയുടെ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ ബേപ്പൂർ മേഖലയിലെ പ്രധാന ജലസ്രോതസ്സായ പശുക്കുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ നടക്കുന്നു. ചെളിയെടുത്ത് ആഴം കൂട്ടുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. 24 ലക്ഷം രൂപ ചിലവിലാണ് നവീകരണം. ചെളി പൂർണ്ണമായും നീക്കം ചെയ്ത് പാർശ്വഭിത്തിയും നിർമ്മിക്കും. 1 ഏക്കർ വിസ്തൃതിയിലുള്ള പശുക്കുളത്തിന്റെ മധ്യത്തിൽ 5 അടി ആഴത്തിൽ മറ്റൊരു കുളം നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. കൂടുതൽ വെള്ളം സംഭരിച്ച് ഭൂജല വിധാനം ഉയർത്താനാണ് ആഴം കൂട്ടൽ നടത്തുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. മഴയ്ക്ക് മുൻപ് JCB ഉപയോഗിച്ച് ചെളി പൂർണ്ണമായും നീക്കം ചെയ്യും. തുടർന്ന് പാർശ്വഭിത്തി കെട്ടും. നിലവിൽ പശുക്കുളത്തോടനുബന്ധിച്ച് 3ഓളം ശുദ്ധജല വിതരണ പദ്ധതികളുണ്ട്. ഇവയിലേക്ക് ആവശ്യമായ വെള്ളമെടുക്കുന്ന വലിയ കിണറുകളുമുണ്ട്. വേനൽ കനക്കുന്നതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമാകും. ഇത്തവണ അതിൽ നിന്നും ഒരു പരിധിവരെ പരിഹാരമുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് നാട്ടുകാർ. കഴിഞ്ഞ വർഷം പശുക്കുളത്തിൽ നിന്നും ചളി നീക്കം ചെയ്യാൻ തുടങ്ങിയെങ്കിലും മഴ പെയ്തതോടെ പ്രവൃത്തി നിർത്തിവെക്കുകയായിരുന്നു. കിഴക്കുംപാടം, ആമക്കോട്ട് വയൽ, മാറാട്, കൈതവളപ്പ്, 48ാം ഡിവിഷൻ, മാവിൻചോട് എന്നിവിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഈ കുടിവെള്ള പദ്ധതിയിൽ നിന്നുമാണ്. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ കോഴിക്കോട് വയനാട് ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനം കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുൻ ചെയർമാൻ KM സുധാകരൻ നിർവഹിച്ചു. ചടങ്ങിൽ ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ PP കരുണാകരൻ അധ്യക്ഷനായിരുന്നു. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കോഴിക്കോട് ജില്ലാ വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിനു വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുൻ ചെയർമാൻ KM സുധാകരൻ നിർവഹിച്ചു. നീരയുടെ കഥ പറഞ്ഞ് കള്ള് ചെത്ത് വ്യവസായത്തെ തകർക്കാനുള്ള ശ്രമങ്ങളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഇതിനെതിരെ തൊഴിലാളികളുടെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടന്നു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്തിലെ മദ്യ രാജാക്കന്മാർ ഇതിലെ ഉപഭോക്താക്കളെ കൂടി ലഹരി കൂടിയ വിദേശ മദ്യത്തിന്റെ ഉപഭോക്താക്കളാക്കി മാറ്റുന്നതിന് നീരയുടെ കഥ പറഞ്ഞിട്ട് കള്ള് വ്യവസായത്തെ തകർക്കാനാണ് ആദ്യം നീങ്ങിയത്. കോഴിക്കോട് വയനാട് ജില്ലാ ഓഫീസ് പ്രവർത്തനങ്ങളാണ് പുതിയ കെട്ടിടത്തിൽ നടക്കുന്നത്. കേരള സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രമാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിന് ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ PP കരുണാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നിർമ്മിതി കേന്ദ്ര ചീഫ് ടെക്നിക്കൽ ഓഫീസർ R ജയൻ, ക്ഷേമനിധി ബോർഡ് ചീഫ് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ C സെൽവരാജ്, PA ചന്ദ്രശേഖരൻ, ബേബി കുമാരൻ, SG സുകുമാരൻ, PS ദാമോദരൻ, KN രമേശൻ, KV നാരായണൻ നായർ, AK വാസുദേവൻ, തിലകൻ എന്നിവർ സംബന്ധിച്ചു. ആത്മീയത പ്രചരിപ്പിക്കുന്നിടത്താണ് സത്സംഗങ്ങൾ വളരുകയെന്ന് ശ്രീ M പറഞ്ഞു. അഹിംസയുടെ അർത്ഥതലങ്ങൾ എന്ന വിഷയത്തിൽ ഗാന്ധിഗൃഹത്തിൽ നടന്ന ആത്മീയ പ്രഭാഷണ പരമ്പരയിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം.
ആത്മീയത പ്രചരിപ്പിക്കുന്നിടത്താണ് സത്സംഗങ്ങൾ വളരുകയെന്ന് ശ്രീ എം പറഞ്ഞു. അഹിംസയുടെ അർത്ഥതലങ്ങൾ എന്ന വിഷയത്തിൽ ഗാന്ധി ഗൃഹത്തിൽ നടന്ന ആത്മീയ പ്രഭാഷണ പരമ്പരയിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. 2015 ജനുവരി 12 കന്യാകുമാരിയിൽ നിന്നും കാശ്മീരിലേക്ക് നടത്തുന്ന വാക്ക് ഓഫ് ഹോപ്പ് 2015 പദയാത്രയുടെ സജ്ജീകരണത്തിന്റെ ഭാഗമായിട്ടാണ് പ്രഭാഷണ പരമ്പര നടത്തുന്നത്. ബുദ്ധമതത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ, മതമായിട്ടല്ല, ധർമ്മത്തിൽ, ബുദ്ധധർമ്മത്തിൽ, ബൗദ്ധധർമ്മത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ബുദ്ധം ശരണം ഗച്ഛാമി. ഗച്ഛാമി എന്ന് പറഞ്ഞാൽ എന്താണ്? നടക്കുക. ഞാൻ ബുദ്ധനെ സറണ്ടർ ചെയ്ത് കൂടെ നടക്കുകയാണെന്നാണ്. നമുക്ക് അങ്ങോട്ട് നടക്കാം ഉള്ളതാണ് ഗച്ഛാമി. ഗൃഹസ്ഥാശ്രമിയായ യോഗിയും അപ്രന്റീസ് ടു എ ഹിമാലയൻ മാസ്റ്റർ എ യോഗീസ് ഓട്ടോബയോഗ്രഫി എന്ന ആത്മകഥയുടെ കർത്താവുമായ ശ്രീ എം വിവിധ വിഷയങ്ങളെ അധികരിച്ചാണ് പ്രഭാഷണം നടത്തുന്നത്. ഡോക്ടർ ആർ സുരേന്ദ്രൻ, കൃഷ്ണൻ മൂസദ്, ടി ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് പി കെ ശ്രീകുമാർ എന്നിവർ സംബന്ധിച്ചു. എല്ലാവർക്കും നന്മ, ശാന്തി, സമാധാനം, സുരക്ഷിത ബോധം എന്നിവ പ്രദാനം ചെയ്യുന്ന ഐക്യത്തിന്റേതായ ഒരു മാനവ സമൂഹത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയാണ് പരിശ്രമശാലികളുടെ ഈ സമാധാന സന്ദേശ യാത്രയെന്ന് സാരഥികൾ പറഞ്ഞു. കോഴിക്കോട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ സംരംഭക സംഗമം 2014 സംഘടിപ്പിച്ചു. കോഴിക്കോട് ജൂബിലി ഹാളിൽ നടക്കുന്ന സംഗമം മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നഗരപ്രദേശങ്ങളിലെ സ്വയം തൊഴിൽ പദ്ധതികളിലേക്ക് സംരംഭകരെ കണ്ടെത്തുന്നതിനും പ്രോത്സാഹനവും പരിശീലനവും ആവശ്യമായ പിന്തുണാ സംവിധാനങ്ങളും ഒരുക്കി സംരംഭങ്ങൾ ആരംഭിച്ച് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിനുമായാണ് കുടുംബശ്രീ സംരംഭക മേള നടത്തിയത്. കോഴിക്കോട് ജൂബിലി ഹാളിൽ നടന്ന സംരംഭക മേളയിൽ വ്യത്യസ്ത പരിശീലന ഗ്രൂപ്പുകൾ, സർക്കാരിതര ഏജൻസികൾ, കമ്പനികൾ, ബാങ്കുകൾ തുടങ്ങി ബഹുമുഖ വൈദഗ്ധ്യ ഗ്രൂപ്പുകൾ പങ്കെടുത്തു. ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ വിവിധ തലങ്ങളിലായി വൈദഗ്ധ്യ പരിശീലനം, പദ്ധതികളുടെ പ്രദർശനം, അവതരണം എന്നിവ പ്രൊഫഷണലുകളുടെ സാന്നിധ്യത്തിലും പിന്തുണാ സംവിധാനങ്ങളിലൂടെയും സാധ്യമാക്കുന്ന ഈ മേള ജില്ലയിലെ നഗരസഭാ പ്രദേശങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന വികസന പ്രക്രിയകളുടെ പരിപാടിയായിട്ടാണ് സംഘടിപ്പിച്ചത്. മേളയുടെ ഉദ്ഘാടനം മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് നിർവഹിച്ചു. DMC കെ മുഹമ്മദ് ഫൈസൽ അധ്യക്ഷത വഹിച്ചു. പരിശീലനം നേടിയ കഫേ കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർ നിർവഹിച്ചു. PK അസീസ്, ഭുവൻദാസ് കെ, ശ്രീകുമാർ കെ, ഷീജ PP, ബീന KM, രൂപ MM, രമണി M, ബിന്ദു CT തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാ വാർത്തകളിൽ ഇടവേള. Galaxy made of ABS material. Galaxy made of ABS material. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂടി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mine Diamonds from Malabar Golden Diamonds. ഇടവേളയ്ക്ക് ശേഷമുള്ള വാർത്തകളിലേക്ക്. മൈക്രോ ഇൻഷുറൻസ് പോളിസി ഹോൾഡേഴ്സിനെ വഞ്ചിക്കുന്ന LICയുടെ നിലപാടിനെതിരെ ജനശ്രീ സുസ്ഥിര മിഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജനശ്രീ സുസ്ഥിര മിഷൻ ജില്ലാ ചെയർമാൻ N. സുബ്രഹ്മണ്യൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മൈക്രോ ഇൻഷുറൻസ് പോളിസി ഹോൾഡേഴ്സിനെ വഞ്ചിക്കുന്ന LICയുടെ നിലപാടിനെതിരെ ജനശ്രീ സുസ്ഥിര മിഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മാനാഞ്ചിറ LIC ഡിവിഷണൽ ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ ധർണ ജില്ലാ ചെയർമാൻ N. സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. LICയുടെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടുപണിക്കലും ഈ സ്ഥാപനത്തിന് മുമ്പിലും അനിശ്ചിതകാലത്തേക്ക് LIC നടക്കുന്ന ഇത്തരം കെടുകാര്യസ്ഥതകൾക്കെതിരായി നിരുത്തരവാദപരമായ സമീപനത്തിനെതിരായി ജനശ്രീ സുസ്ഥിര മിഷൻ സംസ്ഥാന കൌൺസിൽ അംഗം KP ജീവാനന്ദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സയ്യിദ് കുറുന്തോടി, സുനിൽ കൊളക്കാട്, സോമൻ വയനാരി, ഹിതേഷ് കുമാർ, ശ്രീജിത്ത് മാസ്റ്റർ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. അറവുമാടുകളെ കുത്തിത്തെറിച്ചു വന്ന വാഹനം നാട്ടുകാർ തടഞ്ഞ് പോലീസിൽ ഏൽപ്പിച്ചു.
വളർത്തുമൃഗ സംരക്ഷണ നിയമപ്രകാരം നല്ലളം പോലീസ് വാഹന ഉടമയ്ക്കെതിരെ കേസെടുത്തു. ബേപ്പൂർ BC റോഡിലാണ് ലക്ഷദ്വീപിലേക്ക് കയറ്റി അയക്കാനുള്ള മാടുകളുമായി വന്ന വാഹനം നാട്ടുകാർ തടഞ്ഞത്. അറവുമാടുകളോടുള്ള ക്രൂരതയ്ക്ക് അറുതിയാവുന്നില്ല. അറക്കുന്നതുവരെയുള്ള പരിഗണന പോലും നൽകാതെയാണ് ബ്രോക്കർമാർ ഇവയെ വിപണനത്തിനായി എത്തിക്കുന്നത്. നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് മാടുകളെ കുത്തിനിറച്ച് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകാനുള്ള അറവുമാടുകളെ കുത്തിനിറച്ചെത്തിയ മിനി ലോറി നാട്ടുകാർ തടഞ്ഞു. BC റോഡിന് സമീപം മാടുകളെ ദയനീയാവസ്ഥയിൽ കണ്ട നാട്ടുകാർ സംഘടിച്ചെത്തിയാണ് വാഹനം തടഞ്ഞത്. ശരിയായ രീതിയിൽ നിൽക്കാൻ പോലും ഇടമില്ലാത്ത തരത്തിലായിരുന്നു ലോറിയിൽ നാൽക്കാലികളെ കുത്തിനിറച്ചത്. വളർത്തുമൃഗ സംരക്ഷണ നിയമം ലംഘിച്ച് അമിതമായി മാടുകളെ കയറ്റിയതിന് ലോറിക്കാർക്ക് പിഴ ചുമത്തി. അരവിന്ദിന്റെ പോക്കുവെയിലിനെ ക്യാൻവാസിലെ ചായക്കൂട്ടിൽ തീർത്ത് ബൈജു ലൈല രാജിന്റെ പ്രദർശനം കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ തുടങ്ങി. അരവിന്ദിന്റെ ചലച്ചിത്രകാവ്യത്തെ മനഃശാസ്ത്രപരമായി അപഗ്രഥിക്കുന്നതാണ് പ്രദർശനം. കത്തുന്ന കണ്ണുകളുമായി കാഴ്ചക്കാരനെ നേരിടുന്ന ശുഭിത യൗവനത്തിലൂടെയുള്ള യാത്രയാണ് അരവിന്ദന്റെ പോക്കുവെയിൽ. ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ ഉള്ളറകളിലേക്ക് ചെല്ലുകയാണ് ചായക്കൂട്ടുമായി ബൈജു ലൈല രാജ്. മാർച്ച് 15 നടക്കുന്ന അരവിന്ദൻ അനുസ്മരണത്തിന്റെ ഭാഗമായാണ് ബൈജു ലൈല 80കളിൽ യുവാക്കളുടെ മനസ്സിനെ കീഴടക്കിയ പോക്കുവെയിലിനെ വർണ്ണം വിതറിയ ക്യാൻവാസിൽ തീർത്തത്. അരവിന്ദന്റെ ചലച്ചിത്ര കാവ്യം മനഃശാസ്ത്രപരമായി അപഗ്രഥിക്കുന്നതാണ് ചിത്രങ്ങൾ. ബാലചന്ദ്രൻ ചുള്ളിക്കാട് നായകവേഷത്തിൽ അഭിനയിച്ച സിനിമയിലെ ചുള്ളിക്കാടിന്റെ ഭാവഭേദങ്ങൾ തന്നെയാണ് ബൈജു തന്റെ ക്യാൻവാസിലും തീർത്തിരിക്കുന്നത്. ജയിലഴികൾക്കപ്പുറം നിൽക്കുന്ന ചുള്ളിക്കാടിനെയായിരിക്കും പോക്കുവെയിൽ സിനിമയിൽ ആദ്യം ഓർമ്മ വരിക. ഇവിടെ ചിത്രകാരൻ ചിലന്തിവലയുടെ ഇടയിൽ കത്തുന്ന കണ്ണുകളുമായാണ് ചുള്ളിക്കാടിനെ വരച്ചിരിക്കുന്നത്. കൂടാതെ ഉന്മാദത്തിന്റെ ആവിഷ്കാരം കൂടിയാണ് ബൈജുവിന്റെ ചിത്രങ്ങൾ. 33 വർഷത്തിന് ശേഷം പോക്കുവെയിൽ വീണ്ടും കാണുമ്പം അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ചില മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അതാണ് ഈ ചിത്രങ്ങളിൽ മൊത്തം വന്നിട്ടുള്ളത്. കോഴിക്കോട് സ്വദേശിയാണ് ബൈജുലാൽ. മനഃശാസ്ത്രജ്ഞൻ, ചിത്രകാരൻ, കവി, നാടക പ്രവർത്തകൻ, കാർട്ടൂണിസ്റ്റ്, ഗ്രാഫിക് ആർട്ടിസ്റ്റ് എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു. ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച പ്രദർശനം 14-ന് സമാപിക്കും. ഫറോക്ക് കുണ്ടായത്തോട് തോണിച്ചിറയ്ക്ക് സമീപം എരുന്നതോട് ചീർപ്പിന് സമീപത്തെ കണ്ടൽക്കാടുകൾ വ്യാപകമായി വെട്ടി നശിപ്പിക്കപ്പെടുന്നു. ചതുപ്പ് നിലം നികത്തി വിൽക്കുന്നതിന് മുന്നോടിയായാണ് കണ്ടൽക്കാടുകൾ നശിപ്പിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു. 1 ഏക്കറോളം നിലത്തെ കണ്ടൽക്കാടുകളാണ് വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്. എരുന്തുംതോട് ചീർപ്പിന് സമീപത്തെ കണ്ടൽക്കാടുകളാണ് വ്യാപകമായി വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ ഇടയ്ക്കിടെ എത്തിയാണ് കണ്ടലുകൾ വെട്ടിയത്. മുറിച്ചിട്ട മരങ്ങൾ തോണിച്ചിറയിലേക്ക് തള്ളിയത് ഒഴുക്കിനെയും ബാധിച്ചു. ചിറയോരത്തെ 5 ഏക്കറോളം വരുന്ന ചതുപ്പുനിലത്ത് ആകെ കണ്ടൽക്കാടുകളാണ്. ഇതിൽ 1 ഏക്കർ നിലത്തെ ഉപ്പൂത്ത വിഭാഗത്തിൽപ്പെട്ട മരങ്ങളാണ് വെട്ടിയിരിക്കുന്നത്. ചീർപ്പിനോട് ചേർന്നുള്ള പ്രദേശത്തെങ്ങും ജനവാസമില്ല. ഇതിനാൽ കണ്ടലുകൾ വെട്ടിയത് പുറത്തറിഞ്ഞതുമില്ല. കഴിഞ്ഞ ദിവസം ചീർപ്പിൻകരയിലൂടെ സഞ്ചരിച്ച യുവാക്കളാണ് മരങ്ങൾ മുറിച്ചിട്ടത് കണ്ടത്. കോർപ്പറേഷൻ 46-ാം ഡിവിഷനിൽപ്പെടുന്ന പ്രദേശത്തെ കണ്ടലുകൾ നശിപ്പിക്കാൻ ഏറെക്കാലമായി ശ്രമമുണ്ടായിരുന്നു. നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. വേലിയേറ്റത്തിൽ ചീർപ്പിലൂടെ വെള്ളം ഒഴുകിയെത്തുന്ന ഭാഗത്തുള്ളവയാണ് വെട്ടിനിർത്തിയത്. ചതുപ്പുനിലം നികത്തി വിൽക്കുന്നതിന് മുന്നോടിയായാണ് കണ്ടലുകൾ നശിപ്പിച്ചതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. 5 വർഷമായി തുടരുന്ന കാരാടി ബാർ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി ആരംഭിച്ച രാപ്പകൽ സമരത്തിലെ സത്യാഗ്രഹികൾ ബാറിലേക്ക് മാർച്ച് നടത്തി. സർവോദയ നേതാവ് തായാട്ട് ബാലൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 5 വർഷമായി തുടരുന്ന കാരാടി ബാർ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി ആരംഭിച്ച രാപ്പകൽ സമരത്തിലെ സത്യാഗ്രഹികൾ ബാറിലേക്ക് മാർച്ച് നടത്തി. തിങ്കളാഴ്ച വൈകുന്നേരം 4:30 സർവോദയ നേതാവ് തായാട്ട് ബാലൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഫാദർ വർഗീസ് മുഴുത്തേറ്റ് അധ്യക്ഷത വഹിച്ചു. ഈയച്ചേരി കുഞ്ഞികൃഷ്ണൻ, പപ്പൻ കന്നാട്ടി എന്നിവർ സംസാരിച്ചു. സത്യാഗ്രഹ വേദിയിൽ നിന്നാരംഭിച്ച മാർച്ച് ബാറിന്റെ ഗേറ്റിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് സത്യാഗ്രഹികൾ ബാറിന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കം 100ഓളം പേർ മാർച്ചിൽ പങ്കെടുത്തു. റോഡിന് എതിർവശത്ത് തടിച്ചുകൂടിയ സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ സമരത്തിന് അഭിവാദ്യമർപ്പിച്ച് മുദ്രാവാക്യം മുഴക്കി. മാർച്ച് 2-ന് ബാറിലേക്ക് സത്യാഗ്രഹികൾ മാർച്ച് നടത്താനിരുന്നതാണ്. ക്രമസമാധാന പ്രശ്നം ഉന്നയിച്ച് ജില്ലാ കളക്ടർ ബാർ 7 ദിവസത്തേക്ക് അടച്ചിടാൻ ഉത്തരവിട്ടിരുന്നു. ഞായറാഴ്ച വീണ്ടും ബാർ തുറന്നതോടെയാണ് തിങ്കളാഴ്ച സമരക്കാർ ബാറിലേക്ക് മാർച്ച് നടത്തിയത്. താമരശ്ശേരി ഡിവൈഎസ്പി ജെയ്സൺ കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പോലീസ് ബാറിന് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു. പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ കൂട്ടാക്കിയില്ല. 10 മണിയോടെ സമരം അവസാനിപ്പിച്ച് ചൊവ്വാഴ്ച വീണ്ടും മാർച്ച് നടത്താനുള്ള തീരുമാനമെടുത്താണ് സമരക്കാർ പിരിഞ്ഞത്. SC/ST ബാങ്ക് ലോൺ ഹോൾഡേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കിഡ്സൺ കോളേജിൽ നടത്തിയ ഉപവാസ സത്യാഗ്രഹം സമാപിച്ചു. വായ്പകൾ എഴുതിത്തള്ളുക, ജപ്തി നടപടികൾ നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സത്യാഗ്രഹം. SC/ST ബാങ്ക് ലോൺ ഹോൾഡേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവീനർ രാംദാസ് വേങ്ങേരി ഉദ്ഘാടനം ചെയ്തു.
പട്ടികജാതി പട്ടികവർഗക്കാരുടെ വായ്പകൾ ഉപാധികൾ കൂടാതെ എഴുതിത്തള്ളുക, ജപ്തി നടപടികൾ നിർത്തിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് SC/ST ബാങ്ക് ലോൺ ഹോൾഡേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കിഡ്സൺ കോർണറിൽ നടത്തിയ ഉപവാസ സത്യാഗ്രഹം സമാപിച്ചു. SC/ST ബാങ്ക് ലോൺ ഹോൾഡേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവീനർ രാമദാസ് വേങ്ങേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മോയിൻ ബാപ്പു, TV ബാലൻ പുല്ലാളൂർ, അറുമുഖൻ, VM ചന്ദ്രിക അജേഷ്, ശാരദ ശ്രീധർ, ശോഭന, വിജയലക്ഷ്മി, മനിഷ, ദാസ് കോടഞ്ചേരി, പ്രകാശൻ, തങ്കം പറമ്പിൽ, ജയരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സ്പോർട്സ് കോൺവെക്കേഷൻ സംഘടിപ്പിച്ചു. 2013-14 അധ്യയന വർഷത്തിൽ മികവ് തെളിയിച്ച കായിക താരങ്ങളെ അനുമോദിക്കുന്ന ചടങ്ങാണ് നടന്നത്. കോൺവെക്കേഷൻ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം KP സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം 2013-14 അധ്യയന വർഷത്തിൽ സംസ്ഥാന തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലും മികവ് തെളിയിച്ച കായിക താരങ്ങളെ അനുമോദിക്കുന്നതിനായി സ്പോർട്സ് കോൺവെക്കേഷൻ നടത്തി. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ KP സേതുമാധവൻ കോൺവെക്കേഷൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ ക്രിസ്ത്യൻ കോളേജ് പ്രിൻസിപ്പൽ പാവമണി മേരി ഗ്ലാഡിസ് അധ്യക്ഷം വഹിച്ചു. കോളേജ് മാനേജർ റവറൻ TJ ജെയിംസ് ഉപഹാരങ്ങൾ സമർപ്പിച്ചു. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള. Galaxy made of ABS material. Galaxy made of ABS material. ഇടവേളയ്ക്ക് ശേഷമുള്ള വാർത്തകളിലേക്ക്. ഇടതുപക്ഷ കാപട്യത്തിനും വർഗീയ ഫാസിസത്തിനുമെതിരെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ KC അബു നയിക്കുന്ന ജനജാഗ്രത യാത്രയ്ക്ക് കൊയിലാണ്ടിയിൽ സ്വീകരണം നൽകി. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്വീകരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ കാപട്യത്തിനും വർഗീയ ഫാസിസത്തിനുമെതിരെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ KC അബു നയിക്കുന്ന ജനജാഗ്രത യാത്രയ്ക്ക് കൊയിലാണ്ടിയിൽ സ്വീകരണം നൽകി. കോൺഗ്രസ് കൊയിലാണ്ടി മണ്ഡലം പ്രസിഡന്റ് നാണി, KSUവിന് വേണ്ടി തൻഹീർ. സ്വീകരണ പരിപാടി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിശക്കുന്നവരില്ലാത്ത ഇന്ത്യ, അതായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും അതാണ് മഹാനായ ഗാന്ധിയുടെ ആഗ്രഹമെങ്കിൽ സ്വപ്നമെങ്കിൽ. CV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KP വിനോദ് കുമാർ, അഡ്വക്കേറ്റ് K വിജയൻ, DCC വൈസ് പ്രസിഡന്റ് U രാജീവൻ മാഷ്, രാജേഷ്, അഡ്വക്കേറ്റ് I മൂസ, VM ചന്ദ്രൻ, ദിനേശ് പെരുമണ്ണ, PK മാമുക്കോയ, നാണി എന്നിവർ സംബന്ധിച്ചു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിലുള്ള ഏകപക്ഷീയമായ തീരുമാനമാണ് ഭരണാധികാരികൾ കാലാകാലമായി നടപ്പിലാക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം കോഴിക്കോട് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കൊയിലാണ്ടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ കൊയിലാണ്ടി സൂരജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. കൺവെൻഷൻ BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിലുള്ള ഏകപക്ഷീയമായ തീരുമാനമാണ് ഭരണാധികാരികൾ കാലാകാലമായി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 22 കിലോമീറ്റർ പരിധിക്കകത്ത് മാത്രം മീൻ പിടിക്കാൻ മത്സ്യത്തൊഴിലാളികളെ അനുവദിച്ച് ബാക്കി വരുന്ന അതിവിശാലമായ സമുദ്രമേഖലയാകെ വിദേശ കപ്പലുകൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തീരദേശ പരിപാലന നിയമം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ മത്സ്യപ്രവർത്തക സംഘം ജില്ലാ പ്രസിഡന്റ് TP സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി TP ഉദയഘോഷ്, K പ്രദീപ് കുമാർ, ജില്ലാ സെക്രട്ടറി PV അനീഷ് എന്നിവർ സംബന്ധിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കോഴിക്കോട് ജില്ലാ സമ്മേളനം സമാപിച്ചു. 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച സമ്മേളനത്തിന്റെ സമാപനം സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര പുനരുദ്ധാരണത്തിലൂടെ ഹൈന്ദവ നവോത്ഥാനം എന്ന ലക്ഷ്യം മുൻനിർത്തി രൂപം നൽകിയ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. കുന്നമംഗലത്ത് 2 ദിവസങ്ങളിലായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനം സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. സ്വാമി അയ്യപ്പദാസ്, ശശികല ടീച്ചർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ മക്കൾക്ക് നാളെ ഇവിടെ ജീവിക്കാനുള്ള
സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം, നാമജപ ഘോഷയാത്ര, പൊതുസമ്മേളനം എന്നിവ സംഘടിപ്പിച്ചു. ഫറോക്ക് കുണ്ടായത്തോട് ആമാങ്കുരി തോട് കയ്യേറി അതിരുകെട്ടുന്നതായി പരാതി. അൽമാമെട്രി സ്കൂളിന് സമീപമാണ് തോടിലേക്ക് ഇറക്കി ഭിത്തി കെട്ടുന്നത്. നാട്ടുകാരുടെ പരാതി പ്രകാരം കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി മൊയ്തീൻ കോയ സ്ഥലം സന്ദർശിച്ചു. കുണ്ടായത്തോട് ആമാങ്കുരി തോട് കയ്യേറി അതിര് കെട്ടുന്നതായി പരാതി. അൽമാമെട്രി സ്കൂളിന് സമീപമാണ് തോടിലേക്ക് ഇറക്കി ഭിത്തി കെട്ടുന്നത്. നാട്ടുകാരുടെ പരാതി പ്രകാരം കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി മൊയ്തീൻ കോയ സ്ഥലം സന്ദർശിച്ചു. തോണിക്കാട് താഴെ നിലത്ത് നിന്ന് തുടങ്ങി തോണിച്ചിറയിലൂടെ BC റോഡ് ചീർപ്പുപാലം വഴി ചാലിയാറിൽ ചേരുന്നതാണ് തോട്. ഇതിന് പലയിടത്തും പാർശ്വഭിത്തിയില്ല. മണ്ണടിഞ്ഞ് ആഴമില്ലാതായതിനോടൊപ്പം കയ്യേറ്റം കൂടിയതിനാൽ ഒഴുക്കിനെ ബാധിക്കുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ഏതാനും ദിവസം മുൻപ് കയ്യേറ്റം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വിവരം ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു. ഇതുപ്രകാരം അതിർത്തി അല്പം മാറ്റിയെങ്കിലും ഇനിയും കയ്യേറ്റമുണ്ടെന്നാണ് നാട്ടുകാരുടെ പക്ഷം. കോർപ്പറേഷൻ 47-ാം ഡിവിഷനിൽപ്പെടുന്ന ഭാഗത്താണ് തോടിൽ കയ്യേറ്റമുള്ളത്. കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നും തോട് പൂർണ്ണമായും സർവേ നടത്തണമെന്നും ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ വില്ലേജ് അധികൃതർക്ക് പരാതി നൽകാനുള്ള നീക്കത്തിലാണ് നാട്ടുകാർ. സത്യാന്വേഷണത്തിൽ സംവാദം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് പ്രശസ്ത ആധ്യാത്മിക പ്രചാരകൻ ശ്രീ M പറഞ്ഞു. ശ്രീ M പ്രഭാഷണ പരമ്പരയിലെ ഉള്ളോടുള്ളം സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്വാസനിയന്ത്രണം കൊണ്ടോ യോഗ കൊണ്ടോ മാത്രം സത്യത്തെ അറിയാൻ കഴിയുമെന്ന് പറയുന്നത് തെറ്റാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സത്യാന്വേഷണത്തിൽ സംവാദം വരെ പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് പ്രശസ്ത ആധ്യാത്മിക പ്രചാരകൻ ശ്രീ M പറഞ്ഞു. ഉള്ളോടുള്ളം സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉപനിഷത്തുകളുടെ അടിസ്ഥാനം സംവാദമാണ്. അതിൽ അന്വേഷണമുണ്ട്. ബുദ്ധനും സംവാദത്തിന്റെ സാധ്യതകളാണ് ഉപയോഗിച്ചത്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടറിയാൻ സാധിക്കാത്ത പലതുമുണ്ട്. പഞ്ചേന്ദ്രിയത്തിൽ കൂടിയല്ലാതെയും പല അറിവുകളും മനുഷ്യൻ നേടുന്നുണ്ട്. ശ്വാസനിയന്ത്രണം കൊണ്ടോ യോഗ കൊണ്ടോ മാത്രം സത്യത്തെ അറിയാൻ കഴിയുമെന്ന് പറയുന്നത് തെറ്റാണ്. ഇവ സത്യാന്വേഷണത്തിന് സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീ M രചിച്ച അകതാരയിൽ ആനന്ദ തീർത്ഥം, EM ഹാഷിമിന്റെ ബുദ്ധമാനസം 2ാം പതിപ്പ് എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. PT കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷം വഹിച്ചു. EM ഹാഷിം, ഡോക്ടർ ഖദീജ മുംതാസ്, PN ദാസ് എന്നിവർ സംസാരിച്ചു. ചൊവ്വാഴ്ച ഗാന്ധിഗൃഹത്തിൽ രാവിലെ 11 മണിക്കും വൈകിട്ട് 6 മുതൽ നളന്ദ ഓഡിറ്റോറിയത്തിലും ശ്രീ M പ്രഭാഷണം നടത്തി. ബുധനാഴ്ച വടകര മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ പകൽ 2 മണിക്കും ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ വൈകിട്ട് 6:30 സംസാരിക്കും. ശ്രീ M അടുത്ത വർഷം കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടത്തുന്ന പ്രതീക്ഷയുടെ യാത്ര എന്ന പദയാത്രയുടെ ഭാഗമായാണ് പ്രഭാഷണ പരമ്പര നടന്നുവരുന്നത്. ഇനി ഉത്സവ വിശേഷങ്ങളിലേക്ക്. മീഞ്ചന്ത ബംഗ്ലാവ് ശ്രീ കുറുബ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ പൂജാതി കർമ്മങ്ങളോടെ ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ എടവരത്ത് പൊടയൂർമന കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് മഹോത്സവ പരിപാടികൾ നടന്നത്. മാർച്ച് 8-ന് കുട്ടികളുടെ നൃത്തനൃത്യങ്ങൾ, 9-ന് മഹാഗണപതി ഹോമം, ഉഷപൂജ, ദീപാരാധന, കലവറ നിറയ്ക്കൽ എന്നിവയും കലാമണ്ഡലം, സനൂപ്, രഘു എന്നിവർ നയിച്ച തായമ്പകയും അരങ്ങേറി. 10-ന് മഹാഗണപതി ഹോമം, ഉഷപൂജ, ദീപാരാധന എന്നിവയും കണ്ണഞ്ചേരി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നുമുള്ള ആഘോഷവരവ് എന്നിവയും ഉണ്ടായി. സമാപന ദിനമായ 11-ന് മഹാഗണപതി ഹോമം, ഉഷപൂജ, പഞ്ചഗവ്യം, നവകം, കലശാഭിഷേകം, ഉച്ചപൂജ എന്നിവയും ബംഗ്ലാവ് പഞ്ചവാദ്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും, പ്രസാദഊട്ട്, ദീപാരാധന, വിളക്ക് കഴിക്കൽ എന്നിവയും നടന്നു. ക്ഷേത്രത്തിലെ നിത്യപൂജാ കർമ്മങ്ങൾ ക്ഷേത്രം മേൽശാന്തി തലക്കുളം നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. ചാത്തമംഗലം താഴെവരപ്പുറത്ത് കരിയാത്തൻകാവിലെ തിറ ഉത്സവം വിവിധ ചടങ്ങുകളോടെ വിപുലമായി ആഘോഷിച്ചു. തിറ ഉത്സവത്തിന്റെ ഭാഗമായി കരിവില്ലിത്തിറ, നാഗകാളി, കരിയാത്തൻ, കരുമകൻ, ഭഗവതി, കുട്ടിച്ചാത്തൻ, ഗുളികൻ, ചാന്ത് എന്നീ തിറകളും അന്നദാനവും നടന്നു. സുബ്രഹ്മണ്യൻ, സുനിൽ, ഗംഗാധരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തിറയുത്സവം നടന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടതുമുന്നണി പ്രവേശനം സാധ്യമായില്ല. INL 5 മണ്ഡലങ്ങളിൽ മത്സരിക്കും. അന്തിമ തീരുമാനം 2 ദിവസത്തിനകം. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടിക. മലപ്പുറത്ത് E അഹമ്മദും പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറും മത്സരിക്കും. കള്ളിച്ചത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കോഴിക്കോട്ടും ആസ്ഥാനം. ഗുണഫലം വയനാട്ടുകാർക്കും.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.